വിദ്യാർത്ഥികൾക്കും സൂപ്പർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം വളരെ അടുത്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിനെത്താൻ. ഈ ദിവസങ്ങൾ കൊണ്ടും നമുക്കിനിയും പഠിക്കാനും കുറച്ച് തയ്യാറെടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ എത്തിക്കാൻ പോകുന്നത് നമ്മുടെ ദ ഗ്രേറ്റ് കാൽക്കുലേറ്റർ. ഇവൻ നമുക്ക് പലരെയും ജയിപ്പിക്കാറുണ്ട്. പക്ഷേ പലരും അറിയാതെ ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ചെറിയ മാർഗിനൊക്കെ നമ്മളിപ്പോൾ പലരും കുട്ടികൾ തോക്കാറുണ്ട് അല്ലേ. അവനെയൊക്കെ ജയിപ്പിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മുടെ കാൽക്കുലേറ്റർ. ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ചാപ്റ്റർ ഉപയോഗിക്കണം, പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സിനും കെമിസ്ട്രിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ അതിലൊക്കെ ഉപരി മാത്സിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് എവിടെയൊക്കെ ആകണം എന്നുള്ളത് നിങ്ങളുടെ എത്തിക്കുകയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ഇതൊന്ന് കാണുമ്പോൾ തന്നെ ഒരാൾക്കൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലായിടത്തും ഒന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ചെയ്തേക്കണം, ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഒന്ന് മറ്റുള്ളവരൊന്ന് ഷെയർ ചെയ്യാനും അവരോടൊന്ന് പറഞ്ഞേക്കണം. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് മെട്രിക്സ്. എല്ലാവർക്കും അറിയാം മെട്രിക്സ് ഉപയോഗിക്കാം, പലരും ഉപയോഗിക്കാറുമുണ്ട് കേട്ടോ. പക്ഷെ ഉപയോഗിക്കാത്തൊരു ഒത്തിരി പേരുണ്ട്. ചെറിയൊരു കാര്യമൊക്കെ എനിക്കറിയാം എന്നങ്ങ് പറഞ്ഞങ്ങ് ചെയ്തു പോകും കേട്ടോ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അറിയപ്പെടാതെ തെറ്റിക്കും. ഇപ്പം -3 + 7 + -7 അപ്പോഴത്തേക്ക് കിടന്ന് തെറ്റുമോ? -3 + 5 -7 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ആരുടെയും സഹായമില്ല. അന്നേരമാണ് നമ്മുടെ സഹായിക്കാൻ ആരുണ്ട്? നമ്മുടെ കാൽക്കുലേറ്റർ. അപ്പോൾ അങ്ങ് നമ്മൾ ടൈപ്പ് ചെയ്തങ്ങ് ശരിയാക്കിയേക്കണം കേട്ടോ. ഇതേപോലെ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാമത്തെയാണ് നമുക്ക് മെയിനായിട്ട് AB ഹോൾ ട്രാൻസ്പോസ് = B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ഇങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഒരു വേരിഫിക്കേഷൻ വരുമ്പോഴൊക്കെ A × B ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. A × B രണ്ട് മെട്രിക്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ അഡീഷനൊക്കെ വരും. ഓക്കെ, ഇല്ലെങ്കിൽ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ അവിടെയൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും അത് തുറന്ന് വെച്ച് അങ്ങ് ഉപയോഗിച്ചേക്കണം. അല്ലെങ്കിൽ ആകെ തെറ്റിയാൽ നമ്മൾ അറിയത്തുപോലില്ല. പ്രത്യേകിച്ച് മെട്രിക്സിലെ പ്രോബ്ലംസുകൾ തെറ്റിയാൽ ആരുമേ അറിയത്തില്ല. തെറ്റും കൊണ്ടങ്ങ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കും. ഒരിക്കലും അങ്ങ് ചെയ്യരുത്. നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് A ട്രാൻസ്പോസിൻ്റെ തന്നെ സിമെട്രിക് സ്ക്യൂ സിമെട്രിക്. എക്സാമിന് ചോദിക്കുന്നതാണ് സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. അവിടെ നമുക്ക് ആഡ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഉപയോഗിക്കണം. ഡിറ്റർമിനൻസിനുള്ളിൽ അതിനും വലിയ ഉപയോഗമാണുള്ളത്. ഭയങ്കരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ 6 മാർക്സ് ക്വസ്റ്റിന് തന്നെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ഇപ്പോൾ ഡിറ്റർമിൻ്റ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ 2 × -3 + 4 -5 × -4 -3 ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു 80% ആൾക്കാർക്കും പേടിയോ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്തിനാ അതങ്ങ് ടൈപ്പ് ചെയ്തെടുത്ത് ചെയ്തേക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ 2 × -4 + 2 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സമയം പോകും. നമുക്ക് സമയം ലാഭിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. അറിയാമെങ്കിലും നമ്മളിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് 10 സെക്കൻഡ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും, അതും കറക്റ്റായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇയാളെ ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മറ്റൊരു ചാപ്റ്ററാണ് വെക്റ്റർ. ഭയങ്കര ഉപയോഗമാണ് കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 × -3 + 5 × 7 -2 × -7 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് തെറ്റിക്കും. അതൊക്കെ നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. നെക്സ്റ്റ് ക്രോസ് പ്രോഡക്റ്റ്, ഡിറ്റർമിനൻ്റ് IJK മെത്തേഡ് കൂടെ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കണം. നെക്സ്റ്റ് പെർപെൻഡിക്കുലർ, ആംഗിള്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ കാൽക്കുലേറ്ററിന് ഉപയോഗിക്കാൻ റെഡി ആയിരുന്നോളാം. ഞാൻ ഈ പറയുന്നതൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് 3 ഡയമെൻഷൻ ജോമെട്രിയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എല്ലാവർക്കും അറിയാം. B1 × B2 .A2 - A1 / B1 × B2 അല്ലേ. അപ്പോൾ അതിനുള്ളിലെല്ലാം നിങ്ങൾക്ക് ക്രോസ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, മൈനസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉറപ്പായിട്ട് ഇവനെ വേണം. ഇപ്പോൾ A2 - A1 എന്നൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ 3i - 2j + 4k - 3i അല്ലെങ്കിൽ -2i ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 - 2 -2 ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവനെടുത്ത് ഉപയോഗിച്ചോണം കേട്ടോ. ഉറപ്പായിട്ടും അവിടെ ഉപയോഗിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മറ്റൊരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് LPP. LPPക്കുള്ളിലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ടാബിൾ കോളം ഫോം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂവിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എവിടെയൊക്കെ പറ്റുമെന്ന് തോന്നുന്നു നിങ്ങളങ്ങോട്ട് ഈ മനസ്സ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സ് ചെയ്യാതെ ഉടനെ പ്രാക്ടീസ് കിട്ടണം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇയാളെ എല്ലായിടും ഉപയോഗിക്കണം. എല്ലായിടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും തന്നെ ചാപ്റ്ററുണ്ട്. 5 ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 ചാപ്റ്ററിൽ നിന്നും നമുക്ക് കുട്ടികൾക്ക് ജയിക്കാനുള്ളതുണ്ട് അല്ലേ.
ഇനി മറ്റുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ നമുക്ക് ഉപയോഗം കുറഞ്ഞു വരും. ഇപ്പം ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഉപയോഗിക്കണം എന്നറിയുള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച്, മാക്സിമം മിനിമ, നെക്സ്റ്റ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്, ഇതിനുള്ളിലെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതൊന്നും പക്ഷേ ഒരു സേ കുട്ടികൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കുന്നവർ എനിക്ക് മിക്കവാറും നോക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയിനുള്ളിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കാൽക്കുലേറ്ററിന് യൂസ് ചെയ്ത് ആൻസറുകൾ കറക്റ്റാണെന്ന് ഉറപ്പിച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാനുള്ള ശ്രമം നടന്നാൽ മിക്കവാറും പലതും തെറ്റും, നമ്മൾ അറിയാതെ പോകും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് യൂസ് ചെയ്ത് മറ്റുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്യുക. മാക്സിമം നിങ്ങൾ ഉപയോഗിച്ച് ശ്രമിക്കുക. അതിപ്പോൾ നമ്മൾ പലതും മനസ്സ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ കാൽക്കുലേറ്റർ വഴി എന്ന് പോകുമ്പോൾ നമ്മുടെ ടൈം ലാഭം, ആൻസർ കറക്റ്റ് ആവുന്നു. ഇത് രണ്ടും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, പ്രത്യേകിച്ച് മാർക്സ് കൂട്ടിത്തരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു നിങ്ങളുടെ എത്തിയത്. എല്ലാവരും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.